അപ്പോൾ വെറൈറ്റി തിങ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ റിസോർട്ടിലെ വാട്ടർ വില്ലേജ്. ഇതാണ് ആ കാണുന്ന റിസോർട്ടുകൾ. സാധാരണ ഉള്ളതിനേക്കാളും റൂം റെൻ്റ് കൂടുതലുള്ള ഒരു ഏരിയയാണ് വാട്ടർ വില്ല. ഏതാണ്ട് $600-700 എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എക്സാക്റ്റ് പ്രൈസ് എനിക്കറിയില്ല. ഇതാണ് ജാക്കറ്റ്. അപ്പോൾ ഇന്നങ്ങനെ പോയപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഒരു വീഡിയോ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പിന്നെ എടുത്തതാണ്. ഇതിൽ 10 റൂമിനോട് പൂളും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ലഗൂൺ വിത്ത് പൂൾ വില്ല. ഈ സൈഡിലുള്ള റൂമുകളിലെല്ലാം ലെഫ്റ്റ് സൈഡിലെ റൂമുകളെല്ലാം പൂള് അറ്റാച്ച്ഡ് അല്ല. അത് ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 റൂമാണ്. എന്നാൽ റൈറ്റ് സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ റൂമാണ്. ഇതാ കണ്ടായിരുന്നു, ഇത് സിംഗിൾ റൂമാണ്. ഇത് ഡബിൾ റൂമാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 റൂം, 2 അറ്റാച്ച്. ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ടിലുള്ളതിൽ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലഗൂൺ വിത്ത് പൂൾ സ്യൂട്ട്. ഇത് ഏതാണ്ട് ഈ ഇപ്പോൾ എന്താ പറയണ്ടേ, ബിസി ടൈമിലൊക്കെ ഇത് $2000 എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു ഡേ പെർ ഡേ. എക്സാക്റ്റ് പ്രൈസ് എനിക്കറിയില്ല, ഏതാണ്ട് 2000 അടുപ്പിച്ച് വരും. ഇതൊക്കെയാണ് ബീച്ച് വില്ലാസ്. വിത്തൗട്ട് പൂൾ റൂംസ്. ഇത് ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 റൂമാണ്, 2 അക്കോമഡേഷൻ. അതായത് 2 ഫാമിലിക്കുള്ള റൂമാണ് ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, കാരണം നോയ്സും അങ്ങനെ ഇതൊക്കെ. പക്ഷേ അപ്പുറത്തെന്ന് വെച്ചാൽ ആ സൈഡിലെ റൈറ്റ് സൈഡിലെ റൂമുകളൊക്കെ സിംഗിൾ റൂമാണ്. പ്രൈവസി ചിലപ്പോൾ കൂടുതലാണ്. അതിൽ 10 റൂം പൂൾ അറ്റാച്ച്ഡ് ആണ്. ഞാൻ ആ റൂമിൽ കൊണ്ട് കാണിച്ചു തരാൻ വരും. പൂൾ വില്ലയും മറ്റേ പൂളില്ലാത്ത വില്ലയും ഞാൻ കൊണ്ട് കാണിച്ചു തരാൻ വരും. ഇതാണ് ആ റൂം. നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ആദ്യം മിനി ബാർ സിസ്റ്റം ഉണ്ട്. അവിടെ വൈന്, ബിയർ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കോഫി മേക്കർ, നട്ട്സ്, അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നട്ട്സും ചോക്ലേറ്റ്സൊക്കെ പേയബിളാണ്. കൂൾ ഡ്രിങ്ക്സ് മാത്രം കോംപ്ലിമെൻ്ററി ആണ്, അത് നമുക്ക് എത്ര വേണോ കഴിയും, കുഴപ്പമില്ല. പിന്നെ ഒരു കോഫി മേക്കർ, 2 ഗ്ലാസ്, പിന്നെ ഒരു 55 ഇഞ്ചിൻ്റെ 2 TV, ഇതൊക്കെ ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നല്ലൊരു അടിപൊളി സോഫ. പിന്നെ ഇവിടെ ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുക, അത് പെയ്ഡബിളാണ്. അതിൻ്റെ ഇതാണ് ഞാൻ വെച്ചത്, ഇവിടെ വച്ചേക്കുന്നത്. $50 എന്തോ ആണ്, $60 എന്തോ ആണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ, ചാർജബിൾ ആയിട്ടുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ മെനു കാർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ അല്ലാതെ ഇൻക്ലൂഡ് ആയിട്ടുള്ള 2 ടവല്, ഒരു സേഫ് ലോക്കർ ഉണ്ട്, പിന്നെ ഒരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കബേർഡ്. പിന്നെ ടോയ്ലറ്റിലോട്ട് പോവുകയാണെങ്കിൽ കൂടുതലും യൂറോപ്യൻ ടൈപ്പ് തന്നെ ആയില്ല, അവിടെ ആണല്ലോ ഇപ്പോഴത്തെ എല്ലാം അതാണല്ലോ. പിന്നെ എക്സ്ട്രാ ഒരു ജാക്കൂസി ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ അതിൽ കുളിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ കുളിക്കണമെങ്കിൽ ആ വെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ നല്ല കടൽ കണ്ടുകൊണ്ട് കുളിക്കാം. അങ്ങനത്തെ സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ടും ബാൽക്കണി ആണ് മെയിൻ. ബാൽക്കണി 2 സൺബെഡും ഒരു 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അംബ്രല ഉണ്ട്. പിന്നെ സായന്ത്രങ്ങൾ ചിലവഴിക്കാൻ അടിപൊളിയാണ്. സന്ധ്യാസമയത്ത് ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഉണ്ട്, അതുകൂടെ കാണാൻ നല്ല രസമാണ് സന്ധ്യയ്ക്ക്, ഈവനിങ് ഒക്കെ ആകുമ്പോൾ. മെയിൻ അതാണ്. പിന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ, സൂപ്പറാണ്. കൂടുതലും റഷ്യ അങ്ങോട്ടൊക്കെ ആൾക്കാരാണ് വരാറ്, നമ്മുടെ നാട്ടിലുള്ള വളരെ കുറവാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പൂളില്ല, അതാണ് ഇതിലുള്ള. ഇതേ സെയിം മെത്തേഡിൽ തന്നെ പൂളുള്ള ഒരു റൂമുണ്ട്, അത് ഇതിനേക്കാളും കുറച്ചുകൂടി ചാർജ് കൂടുതലാണ്. പിന്നെ അങ്ങനെ 4-5 ഐറ്റം ലിക്കർ കൂടെ ഉണ്ട്. ഇതൊക്കെ ചാർജബിളാണ്, നമ്മൾ എടുക്കുന്നതനുസരിച്ച് കാശ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ
പൂൾ വിത്ത് ഉള്ള റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, സെയിം ആണ്, വില്ല സെയിം ആണ്, ബട്ട് ഇതിൽ വന്നിട്ട് പൂൾ കൂടെ അഡീഷണൽ ഉണ്ട്. ഇത് ആ റൂമിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ചാർജ് കൂടുതലാണ്. എത്രയാണെന്ന് റേറ്റും കാര്യങ്ങൾ അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുതരാം. നമ്മളെ നാട്ടുകളിൽ നിന്ന് ആരും വരാറില്ല ഇങ്ങോട്ടൊന്നും ഇത്ര എക്സ്പെൻസീവായിട്ടും. പിന്നെ നോർത്ത് സൈഡിൽ നിന്നൊക്കെ വളരെ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വളരെ കുറവാണ്, ബാക്കിയെല്ലാം അങ്ങോട്ട് വിദേശത്ത് നിന്ന് അവിടെ നിന്നൊക്കെ വരാറ്. അങ്ങനെ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടും തിരിച്ചു ജോലി സ്ഥലത്തോട്ട് പോകാനുള്ള വഴിയാണത്. ഇതായി കാണുന്നത് കണ്ടായിരുന്നു. 2 സൈഡും നല്ല പച്ച കടലും പച്ചപ്പും. ഇത് ഇങ്ങോട്ട് വരുന്ന വഴി ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കണ്ടോ, ഇത് ജാപ്പനീസ് കോർണറാണ്. ജപ്പാനിലുള്ള ചൈനീസ് അങ്ങനത്തെ ജാപ്പനീസ് ഫുഡ് ഐറ്റംസ് കൂടുതലും ഇവിടെയാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പാം ബീച്ചിലുള്ള ബാറാണത്. അപ്പോൾ വൈകിട്ട് 7 മണി വരെ നമുക്കിവിടെ ഫ്രീ ആണ്, ഡ്രിങ്ക്സ്, എല്ലാ ഡ്രിങ്ക്സും ഫ്രീ ആണ്. പക്ഷേ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജബിളാണ്. 7 മണി 6:30 ശേഷം എന്താണ്. ഇത് നമ്മുടെ ഞങ്ങളിവിടെ ഉള്ളൊരു നിബു എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടാക്കിയ ഗാർഡനാണ്. ഇത് ഇത്രയും ഇതാ കാണുന്നത്. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചതാണ് ഇവിടെ വന്നതിന് ശേഷം. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷം ആവാറ്, 2 വർഷം ആവാറായി. ഇച്ചിരി വളർന്നു വരുന്നേ ഉള്ളൂ എല്ലാം. ഇതൊക്കെയാണ് ഈ വാട്ടർ വില്ലയിലെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു.